ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു ബേസിസ് എന്ന് പറഞ്ഞാൽ, ഒരു സബ്സെറ്റ് ഓഫ് എ വെക്റ്റർ സ്പേസ് എസ് ഈസ് സെറ്റ് ടു ബി എ ബേസിസ് ഇഫ് ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ദാറ്റ് സെറ്റ് സ്പാൻസ് വി. Okay, then that set is known as basis of a vector space. If it is finite, then we say that the vector space is finite dimensional. Here we are introducing a new term, dimension. What is the dimension of a vector space? The dimension of a finite dimensional vector space is the number of elements in a basis for V. The number of elements in a basis. The dimension of a finite dimensional vector space V is denoted by DIMV. Okay. What is dimension of R over R? R over R, that is equal to 1. എങ്ങനെയാണ് ഈ R over R 1 ആകുന്നത്? അതായത് ബേസിസിലെ എലമെൻസിൻ്റെ എണ്ണമാണ് പറയുന്നത്. ഈ R എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ നമ്പേഴ്സാണ് അല്ലേ. റിയൽ നമ്പേഴ്സിലെ ഏത് നമ്പേഴ്സിനെയും നമുക്ക് ഏത് നമ്പർ വെച്ച് സ്പാൻ ചെയ്യാൻ പറ്റും? 1 എന്ന നമ്പർ വെച്ച് സ്പാൻ ചെയ്യാൻ പറ്റും അല്ലേ. 1 എന്ന നമ്പർ വെച്ച് നമുക്ക് സ്പാൻ ചെയ്യാൻ പറ്റും. ഒരേ ഒരു നമ്പർ മതി. ഈ നമ്പറിൻ്റെ നമ്മൾ ഏത് റിയൽ നമ്പറിനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് R ഓവർ ആറിൻ്റെ ബേസിസിലെ എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറയുന്നത് ആ എലമെൻ്റ് ആണ്. 1 തന്നെയാണ് ഇവിടുത്തെ ബേസിസിലെ ആയിട്ട് 1 തന്നെയാണ് വരിക. എലമെൻസിൻ്റെ എണ്ണവും 1 തന്നെയാണ് വരിക. അപ്പോൾ ഡയമെൻഷൻ എന്താ വരിക? 1 ആണ് വരിക. ഇനി FN ഓവർ F എന്തായിരിക്കും വരിക? FN ഓവർ F എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്താണ്? n ട്രിപ്പിൾസ് അല്ലേ. അതിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ആയിട്ട് വരും, പിന്നെ സെക്കൻഡ് കോർഡിനേറ്റ് 1 ആയി വരും, പിന്നെ തേർഡ് കോർഡിനേറ്റ് 1 ആയിട്ട് വരും, നെക്സ്റ്റ് nth കോർഡിനേറ്റ് 1 ആയിട്ട് വരും. അങ്ങനെ n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താ വരിക? n ആണ് വരിക. C ഓവർ C എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സിനെ ഒരു കോംപ്ലക്സ് നമ്പർ വെച്ചിട്ട് വേറൊരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒരേ ഒരു നമ്പറിൻ്റെ ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താ വരിക? 1 ആണ് വരിക. C2 ഓവർ C എന്ന് പറയുമ്പോൾ എന്താ വരിക? C2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റും ഉണ്ട്, സെക്കൻഡ് കോർഡിനേറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റിൻ്റെ പ്ലേസിൽ 1 ആയിട്ടും സെക്കൻഡ് കോർഡിനേറ്റ് 0 ആയിട്ടും നെക്സ്റ്റ് തിരിച്ചും വരും അല്ലേ. അപ്പോൾ അതായത് 1 0 0 1 എന്ന് പറഞ്ഞ പോലെ ഇവിടെയും വരേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെയും കോംപ്ലക്സ് നമ്പേഴ്സാണ് വരിക എന്ന് മാത്രം. അപ്പോൾ ഇവിടെ എന്താ വരിക? ഡയമെൻഷൻ 2 എലമെൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഡയമെൻഷൻ 2 ആണ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കൊരു കൊറോളറി നോക്കാം. Let V be a finite dimensional vector space and let n equal to dimension of V. Then any subset of V which contains more than n vectors is linearly dependent. രണ്ടാമത്തെ, no subset of V which contains less than n vectors can span V. ഒന്നാമത്തെ റിസൾട്ട് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഒരു റിസൾട്ട് പ്രൂവ് ചെയ്തത്? ഓർമ്മയുണ്ടോ? ഒരു തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ തിയറം? വി എന്നുള്ളതൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണ്. അതിലെ ഒരു സ്പാൻ ചെയ്യുന്നൊരു സെറ്റ് തന്നിട്ടുണ്ട്. സ്പാൻ ചെയ്യുന്ന സെറ്റായിരുന്നു β1 β2 എക്സെട്ര βm എന്ന് പറയുന്നത്. ദെൻ എനി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് വിച്ച് ഈസ് ഫൈനൈറ്റ് കണ്ടെയ്ൻസ് നോ മോർ ദാൻ m എലമെൻറ്റ്സ് എന്നുള്ളൊരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. m എലമെൻറ്റ്സിനേക്കാളും കൂടുതൽ സ്പാൻ ചെയ്യുന്ന സെറ്റിനേക്കാൾ കൂടുതൽ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് വരികയാണെങ്കിൽ ഒരിക്കലും അതെന്താവാൻ പറ്റില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെറ്റ് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എമ്മിനേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ എമ്മിനേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് വരികയാണെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സെയിം പ്രൂഫ് തന്നെ ഇവിടെയും കൊടുത്താൽ മതി. കാരണം അവിടെ സ്പാൻ ചെയ്യണു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ബേസിസ് ആണെന്ന് പറയുന്നു അല്ലേ. ബേസിസിനേക്കാൾ കൂടുതൽ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്താ പറയണത്, എന്നിനേക്കാൾ കൂടുതൽ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ്. ആ സെയിം പ്രൂഫ് തന്നെ ഇവിടെ കൊടുത്താൽ മതി. കാരണം ഓൾറെഡി ബേസിസ് ആയതുകൊണ്ട് അത് സ്പാൻ ചെയ്യുകയും ചെയ്യും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഒരു എലമെൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും എന്നുള്ളത് ആ സെയിം പ്രൂഫ് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ പ്രൂഫ് കംപ്ലീറ്റ് ആണ്. ഇനി സെക്കൻഡ് പ്രൂഫ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പ്രൂഫ് പറയുന്നത് എന്താ? നോ സബ്സെറ്റ് ഓഫ് വി വിച്ച് കണ്ടെയ്ൻസ് ലെസ് ദാൻ n വെക്റ്റേഴ്സ് ക്യാൻ സ്പാൻ വി. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്നാന്ന് പറയുന്നുണ്ട്. ഡയമെൻഷൻ എന്നാന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ബേസിസിൽ n എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ബേസിസിൽ n എലമെൻറ്റ്സാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, സ്പാൻ ചെയ്യുന്നുണ്ട്. ഇനി അതിനേക്കാൾ കുറവ് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് സ്പാൻ ചെയ്യില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ,
അപ്പോൾ നമുക്ക് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം? ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആൻഡ് ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു എൻ. അങ്ങനെയാണെങ്കിൽ ഒരു സെറ്റ് എസ് എടുക്കുക. എസ് ഈസ് ദ ബേസിസ് വിത്ത് എൻ എലമെൻറ്റ്സ്. ഓക്കെ, വി ഹാവ് ടു പ്രൂവ് എ സബ്സെറ്റ് ഓഫ് വി വിച്ച് കണ്ടെയ്ൻസ് ലെസ് ദാൻ എൻ വെക്ടേഴ്സ് കനോട്ട് സ്പാൻ വി. അപ്പോൾ നമുക്ക് അതിനേക്കാൾ കുറവ് എലമെൻറ്റ്സ് ഉള്ള വേറൊരു സെറ്റിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി ടി. ഓക്കെ, ലെറ്റ് ടി ബി എ സെറ്റ് വിത്ത് എം എലമെൻറ്റ്സ് വെയർ എം ഈസ് ലെസ് ദാൻ എൻ. അപ്പോൾ എസിനേക്കാൾ കുറവാണ് എലമെൻറ്റ്സ് ഏതിൽ? ടി എന്നുള്ള സെറ്റിലുള്ളത്. വി നീഡ് ടു പ്രൂവ് ദാറ്റ് ടി ഡസ് നോട്ട് സ്പാൻ വി. ഓക്കെ, ലെറ്റ് ടി ഈക്വൽ ടു v1 v2 എക്സെട്ര vn. അസ്യൂം ദ കോൺട്രഡിക്ഷൻ ദാറ്റ് ടി സ്പാൻസ് വി. സ്പാൻ ചെയ്യില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്തെടുക്കുന്നു? സ്പാൻ ചെയ്യുമെന്ന് എടുക്കുന്നു. ഇനി അതിൽ ടിയിലെ എലമെൻറ്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. v1 v2 എക്സെട്ര vm ആണ്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ എടുക്കും. നമ്മളൊരു പുതിയൊരു സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കാം, v1 എന്നുള്ളത്. v1 0 ആണെങ്കിൽ ഓക്കെ, അത് ക്ലോസ് ശ്രദ്ധിക്കുക. ഇഫ് v1 ഈക്വൽ ടു 0 റിമൂവ് v1. 0 ആണെങ്കിൽ ആ v1നെ ടിയിൽ നിന്നും എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യാം. അപ്പോൾ ടി വീണ്ടും ഒന്നും കൂടി ചെറുതാവും. ഓക്കെ, v1നെ റിമൂവ് ചെയ്യുക. അതർവൈസ് കീപ്പ് v1 ഇൻ ദാറ്റ് സെറ്റ്. ഓക്കെ, ഇനി ഇഫ് v2 ബിലോങ്സ് ടു സ്പാൻ ഓഫ് v1. ഇനി സെക്കൻഡ് എലമെൻറ്റ് എടുക്കാം, v2 എന്നുള്ളത്. അപ്പോൾ v1 എപ്പോഴാണ് റിമെയിൻ ചെയ്യുക? v1 0 അല്ലെങ്കിൽ മാത്രമാണ് ആ സെറ്റിൽ ഉണ്ടാകുള്ളൂ. v1 0 അല്ലാത്ത v1ൻ്റെ സ്പാനിൽ v2 ഉണ്ടെങ്കിൽ റിമൂവ് v2. അതായത് v2 എന്നുള്ളത് സ്പാനിൽ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ രണ്ട് വെക്ടേഴ്സും ഡിപ്പെൻഡൻ്റ് ആണെന്നർത്ഥം. ഡിപ്പെൻഡൻ്റ് ആകുമ്പോഴാണല്ലോ അതിൻ്റെ സ്പാനിൽ അത് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ അതിനെ റിമൂവ് ചെയ്യുക. ഡിപ്പെൻഡൻ്റ് ആവും v2 ഡിപ്പെൻഡൻ്റ് ആവും എപ്പോൾ? അതിൻ്റെ സ്പാനിൽ ഉണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? v2നെ റിമൂവ് ചെയ്യുക. അതർവൈസ് കീപ്പ് v2 ഇൻ ദാറ്റ് സെറ്റ്. പ്രൊസീഡിങ് ലൈക്ക് ദിസ് വി ഗെറ്റ് എ സെറ്റ് v1 v2 എക്സെട്ര vm. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് v1 v2 എക്സെട്ര vm എന്നുള്ളത്. അതിൽ ഏതൊക്കെയാണ് റിമൂവ് ചെയ്തതെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. നമ്മളത് ചെക്ക് ചെയ്തിട്ടാണ് പുതിയ സെറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സെറ്റിൽ എല്ലാ എലമെൻറ്റ്സും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്നാലും ഇതിലിപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാ എലമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ടിയിലെ എല്ലാ എലമെൻറ്റ്സും അവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ v1 0 അല്ല, v2 എന്നുള്ളത് സ്പാനിലില്ല, v3 എന്നുള്ളത് v1 v2ൻ്റെ സ്പാനിലില്ല. ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നിനെയും നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരില്ല. ഇതൊക്കെ ചിലപ്പോഴെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അത് റിമൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ റിമൂവ് ചെയ്ത് അവസാനം കിട്ടുന്ന സെറ്റാണ് v1 v2 എക്സെട്ര vm. അപ്പോൾ അതാണ് എഴുതിയത് നോട്ട് ഓൾ എലമെൻറ്റ്സ് എക്സിസ്റ്റ്. എല്ലാം എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നതാണ് പറഞ്ഞത്. ചിലപ്പോൾ ചിലത് പോയിട്ടുണ്ടാകും. വിച്ച് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കാരണം എന്താ? നമ്മളിപ്പോൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഒന്നിൻ്റെയും സ്പാനിലുള്ളതായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, അത് പിന്നെ v1 എന്നുള്ള 0 എന്നുള്ള എലമെൻറ്റ് അതിലെടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അതെന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇനി ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? ടി എന്നുള്ള സെറ്റ് നമ്മൾ എങ്ങനെയാണ് എടുത്തത്? സ്പാൻ ചെയ്യുന്നുണ്ട് എന്നാണ് എടുത്തത്. അതായത് എസ് ആണ് ബേസിസ്, അതിനേക്കാൾ കുറവ് എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് സ്പാൻ ചെയ്യും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്കത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ മതി. അപ്പോൾ ടി എന്നുള്ളത് സ്പാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ടി ഈസ് എ ബേസിസ്. ഓക്കെ, ടി ബേസിസ് ആണെന്ന് പറയാം. ബട്ട് ടി കണ്ടെയ്ൻസ് ഓൺലി m എലമെൻറ്റ്സ് വിച്ച് ഈസ് ലെസ് ദാൻ n. We already said that what dimension of v equal to n. Basis equal to ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ബേസിസ് ഈക്വൽ ടു n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ടി ബേസിസ് ആയിട്ട് വരൂ. m അതിനേക്കാൾ കുറവ് എലമെൻറ്റ്സ് ഉള്ള ബേസിസ് ഒരിക്കലും വരില്ല. ഇഫ് ദെൻ ടി ഹാസ് m എലമെൻറ്റ്സ് വിച്ച് ഈസ് m ലെസ് ദാൻ n. ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. ടി ഡസ് നോട്ട് സ്പാൻ ബി. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഓൾറെഡി ബേസിസിൽ n എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറവുള്ള എലമെൻറ്റ്സ് ബേസിസ് ആയിട്ട് വരില്ല. അപ്പോൾ അസംഷൻ റോങ് ആണ്. ടി ഡസ് നോട്ട് സ്പാൻ വി. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ലെറ്റ് എഫ് ഈസ് എ ഫീൽഡ് ദെൻ ഡയമെൻഷൻ ഓഫ് എഫ് എൻ ഈക്വൽ ടു എൻ. സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ എഫ് എൻ കണ്ടെയ്ൻസ് എൻ വെക്ടേഴ്സ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഡയമെൻഷൻ ഓഫ് എഫ് എം ബൈ എൻ മെട്രിസസിൻ്റെ ഒരു കളക്ഷൻ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താ വരിക? mn ആണ് വരിക. എങ്ങനെയാണ് mn വരിക? mn മെട്രിസസ്, അതിൻ്റെ ബേസിസിലെ എലമെൻസിൻ്റെ ഫോമാണ് പറയുന്നത്. mn മെട്രിസസ് വിച്ച് ഹാവ് 1 ഇൻ ദി ijth പ്ലേസ് വിത്ത് സീറോസ് എൽസ്വെയർ ഫോം എ ബേസിസ് ഫോർ എഫ് m ബൈ n. അപ്പോൾ ഓരോ കോർഡിനേറ്റിനെ മെട്രിക്സിലെ ഇപ്പോൾ ഒരു 2/3 മെട്രിക്സ് ആണെങ്കിൽ 2/3 മെട്രിക്സ് ആണെങ്കിൽ 2 റോസ് ഉണ്ടായിരിക്കും, 3 കോളംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെ സ്ഥലത്തും എന്ത് വരിക? 1 വരിക, ബാക്കിയുള്ളതെല്ലാം 0. സെക്കൻഡ് പ്ലേസിൽ 1 വരിക, ബാക്കിയെല്ലാം 0. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 6 മെട്രിസസ് ആണ് അതിൽ വരിക.
ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള മെട്രിസസ് ആയിരിക്കും ഈ എഫ് എം ബൈ എൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസിൽ വരിക. അതുകൊണ്ട് അതിൻ്റെ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു എൻ ആയിരിക്കും, എം എൻ ആയിരിക്കും. നെക്സ്റ്റ്, if V is any vector space over F, the zero subspace of V is spanned by the vector 0. നമ്മൾ സീറോ സ്പേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സീറോ സ്പേസ് എന്ന് പറഞ്ഞാൽ? സീറോ എലമെൻറ്റ് മാത്രമുള്ള ഒരു വെക്ടർ സ്പേസ്. സീറോ എലമെൻറ്റ് മാത്രമുള്ള ഒരു വെക്ടർ സ്പേസിൽ എന്തായാലും സീറോ എന്നുള്ളൊരു വെക്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് സ്പാൻ ചെയ്യുന്നത് ഏത് വെക്ടർ വെച്ചിട്ടായിരിക്കും? സീറോ എന്നുള്ള വെക്ടർ വെച്ചിട്ടാണ് അതിനെ സ്പാൻ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്താ? സീറോ എന്നുള്ള വെക്ടർ ഉണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകുമെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ബേസിസ് ആവാൻ പറ്റില്ലല്ലോ സീറോ എന്നുള്ള വെക്ടറിന്, പറ്റില്ല. കാരണം എന്താ? സീറോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, അതുകൊണ്ട് ബേസിസ് ആവാൻ പറ്റില്ല, സ്പാൻ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് സീറോ, സെറ്റ് സീറോ എന്നുള്ളത് എന്തല്ല? ബേസിസ് അല്ല. സെറ്റ് സീറോ എന്നുള്ളത് ബേസിസ് അല്ല. പക്ഷേ സീറോ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? സീറോ മാത്രം എലമെൻ്റ് ആയിട്ട് വരുന്ന ഒരു വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താ വരിക? സീറോ സബ്സ്പേസ് ഹാവ് ദി ഡയമെൻഷൻ സീറോ. അതായത് അതിൻ്റെ ഡയമെൻഷൻ സീറോ എന്ന് പറഞ്ഞാൽ ബേസിസിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, ബേസിസിൽ എലമെൻറ്റ്സ് ഇല്ല. ബേസിസിൽ എലമെൻറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ സെറ്റ് എങ്ങനെയുള്ള എലമെൻറ്റ്സ് ഇല്ലാത്ത സെറ്റിനെ നമ്മൾ എന്ത് സെറ്റ് എന്നാണ് വിളിക്കുക? എം ടി സെറ്റ് എന്നാണ് വിളിക്കുക. എം ടി സെറ്റ് ഈസ് ദ ബേസിസ് ഫോർ ദി സീറോ സ്പേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കുക പെട്ടെന്ന് എന്താണ്? സീറോ സബ് സ്പേസിൻ്റെ അല്ലെങ്കിൽ സീറോ സ്പേസിൻ്റെ എന്താ ഡൈമെൻഷൻ ബേസിസ് സീറോ ആണെന്നാണ് പെട്ടെന്ന് ചിന്തിക്കുക. കാരണം സീറോ എന്നുള്ള എലമെൻറ്റ് കൊണ്ടല്ലേ സീറോ സ്പാൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ബേസിസ് ആണെന്ന് കരുതും. പക്ഷേ അത് ബേസിസ് അല്ല. കാരണം എന്താ? സീറോ എന്നുള്ള എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതൊരിക്കലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല. അപ്പോൾ സെറ്റ് സീറോ എന്ന് പറയുന്നത് സീറോ സ്പേസിൻ്റെ ബേസിസ് അല്ല. അപ്പോൾ സീറോ സ്പേസിൽ ഒറ്റ എലമെൻറ്റ്സും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു എലമെൻറ്റ് പോലും ഇല്ലാത്ത സെറ്റിനെ നമ്മൾ എം ടി സെറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ എം ടി സെറ്റാണ് ഈ സീറോ സബ്സ്പേസിൻ്റെ ബേസിസ് ആയിട്ട് വരിക. അങ്ങനെ എം ടി സെറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്താ വരിക? സീറോ ആണ് വരിക. ഒരു എലമെൻറ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ സീറോ ആണ്. അപ്പോൾ ദ എം ടി സെറ്റ് സ്പാൻസ് ദ വെക്ടർ സ്പേസ് സീറോ. സെറ്റ് സീറോനെ സ്പാൻ ചെയ്യുന്നു ബിക്കോസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ സബ്സ്പേസസ് കണ്ടെയ്നിങ് ദ എം ടി സെറ്റ് ഈസ് സീറോ ആൻഡ് ദ എം ടി സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡൻ്റാണ്. കാരണം എന്താ? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവണമെങ്കിൽ ആ സെറ്റിൽ ഒരു എലമെൻറ്റെങ്കിലും വേണ്ടേ, എന്നാലേ മറ്റൊന്ന് ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എലമെൻറ്റ് പോലും ഇല്ലെങ്കിൽ എം ടി സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുകയും ചെയ്യും. എം ടി സെറ്റ് വെച്ച് സീറോ സ്പേസിനെ നമുക്ക് സ്പാൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, ലെറ്റ് എസ് ബി എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് എ വെക്ടർ സ്പേസ് വി. Suppose beta is a vector in V which is not in the subspace spanned by S. Then the set obtained by adjoining beta to S is linearly independent. എന്താ പറഞ്ഞിട്ടുള്ളത്? എസ് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എസിൻ്റെ സ്പാനിൽ ഇല്ലാത്ത ഒരു ബീറ്റേനെയും കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. So, S is linearly independent implies there exist vectors alpha 1, alpha 2, etc. alpha n in S such that C1 alpha 1 plus C2 alpha 2 plus etc. Cn alpha n equal to 0 implies all Ci equal to 0. Now adjoin beta to the elements in S. Then consider C1 alpha 1 plus C2 alpha 2 plus etc. Cn alpha n plus B beta equal to 0. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബീറ്റയും കൂടിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു പ്രൂവ് C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C3 ഈക്വൽ ടു എക്സെട്ര Cn ഈക്വൽ ടു B ഈക്വൽ ടു 0. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? B ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആണ്. കാരണം B 0 ആണെങ്കിൽ ആ ഒരു എലമെൻറ്റിനെ മാറ്റി നിർത്താൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C1 alpha 1 plus C2 alpha 2 plus etc. Cn alpha n equal to 0. അത് നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്ന റിസൾട്ടാണ്. എസ് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് എല്ലാ CIസും 0 ആണ്. പിന്നെ ഇപ്പോൾ ബിയും കൂടി 0 ആയതുകൊണ്ട് എല്ലാ കോഎഫിഷ്യൻസും നമുക്ക് എന്തായിട്ടാണ് വന്നത്? എല്ലാ സ്കെയിലാസും എന്ത് വന്നു? 0 ആയിട്ട് വന്നു. അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അത് B 0 ആണെങ്കിൽ. ഇനി B 0 അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, B 0 ആണെങ്കിൽ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആണ്. B 0 അല്ലെങ്കിലാണ് പ്രശ്നം. അപ്പോൾ സപ്പോസ് B നോട്ട് ഈക്വൽ ടു 0. B 0 അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് B ബീറ്റേനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? മൈനസ് C1 alpha 1 മൈനസ് C2 alpha 2 മൈനസ് എക്സെട്ര മൈനസ് Cn alpha n എന്ന് എഴുതാം. അപ്പോൾ ബീറ്റ എന്താ വരിക? മൈനസ് C1 ബൈ B alpha 1
പ്ലസ് മൈനസ് C2 ബൈ ബി ആൽഫ 2 പ്ലസ് എക്സെട്ര മൈനസ് CN ബൈ ബി ആൽഫ n എന്ന് എഴുതാം. അതിൻ്റെ അർത്ഥം എന്താ? ബീറ്റ ബിലോങ്സ് ടു സ്പാൻ ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n. പക്ഷേ നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്? ബീറ്റ ഇതിൻ്റെ സ്പാനിൽ ഉണ്ടെന്ന് കിട്ടിയത് എന്തുകൊണ്ടാണ്? ബി 0 അല്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ബീറ്റ എന്നുള്ളത് സ്പാനിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്പാനിൽ ഉണ്ട് എന്ന് കിട്ടിയത് എന്തുകൊണ്ടാണ്? ബി 0 അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ അസംഷൻ റോങ് ആണ്, കോൺട്രഡിക്ഷൻ വന്നു. അതുകൊണ്ട് ബി നോട്ട് ഈക്വൽ ടു 0 അല്ല, ബി ഈക്വൽ ടു 0 തന്നെയാണ്. ബി ഈക്വൽ ടു 0 ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ബി 0 ആണെങ്കിൽ നേരത്തെ ആ 2-ൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബി 0 എന്നുള്ളത് 2-ൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സെട്ര CN ആൽഫ n ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ബൈ 1 യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൾ CI ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ബിയും കൂടി ജോയിൻ ചെയ്താലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തതൊരു തിയറാണ്. If W is a subspace of finite dimensional vector space V, every linearly independent subset of W is finite and is a part of a basis for W എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. W ഒരു സബ്സ്പേസ് ആണ് വിയുടെ. എവറി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യുവിൻ്റെ വീണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഫൈനൈറ്റ് ആൻഡ് ഈസ് എ പാർട്ട് ഓഫ് ബേസിസ് ഫോർ ഡബ്ല്യുവിൻ്റെ ബേസിസിൻ്റെ ഒരു പാർട്ടായിരിക്കും ആ സബ്സെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് S0 ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യുവിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റാണ് S0 എന്ന് പറയുന്നത്. വിയുടെ സബ്സെറ്റാണ് ഡബ്ല്യുവിൻ്റെ സബ്സെറ്റാണ് S0. If S is a linearly independent subset of W containing S0, then S is also linearly independent subset of V. S എന്നുള്ളത് ഡബ്ല്യുവിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആണെങ്കിൽ അത് വിയുടെയും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആയിരിക്കും അല്ലേ. സിൻസ് V is finite dimensional, S contains no more than dimension of V elements. അപ്പോൾ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ എന്തായാലും n-നേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടാവില്ല. കാരണം ബേസിസിൽ മൊത്തം n എലമെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സബ്സെറ്റിൽ n-നേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ എസ്സിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം ഒരിക്കലും n-നേക്കാളും കൂടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വി എക്സ്റ്റെൻഡ് S0 ടു എ ബേസിസ് ഫോർ W. അപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോവാണ്. ഇഫ് S0 സ്പാൻസ് W, ദെൻ S0 ഈസ് എ ബേസിസ്. കാരണം S0 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായിട്ടാണ് എടുത്തത് അല്ലേ. ആ S0 ഡബ്ല്യുവിനെ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ബേസിസ് ആണെന്ന് പറയാൻ പറ്റും. S0 does not span W. By the above lemma, we can find a vector beta in W such that the set S0 union beta 1 is independent. അതായത് നമ്മൾ തൊട്ട് മുമ്പ് ഇപ്പോൾ പ്രൂവ് ചെയ്തു ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫൻ്റെ കൂടെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ കൂടെ ബീറ്റയും കൂടി ചേർന്നാൽ അത് വീണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും നമ്മൾ മുമ്പ് പ്രൂവ് ചെയ്തു. അതേപോലെ S0 എന്നുള്ളത് സ്പാൻ ചെയ്യുന്നില്ല എങ്കിൽ S0 ഓൾറെഡി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അതിൻ്റെ കൂടെ ബീറ്റ 1 കൂടി ചേർത്താലും അതെന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ S1 എന്നുള്ള സെറ്റ് സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, സ്പാൻ ആണ്. അപ്പോൾ S1 എന്നുള്ളത് ഏതിൻ്റെ ബേസിസ് ആവും? ഡബ്ല്യുവിൻ്റെ ബേസിസ് ആയിരിക്കും. If not, apply the lemma to obtain the vector beta 2 in W such that S2 equal to S1 union beta 2. വീണ്ടും അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. S2 സ്പാൻ ചെയ്യുകയാണെങ്കിൽ S2 ബേസിസ് ആയിരിക്കും അല്ലേ. ഇഫ് വി കണ്ടിന്യൂ ഇൻ ദിസ് വേ, we reach a step Sm equal to S0 union beta 1, beta 2, etc. beta m which is a basis. കാരണം അത് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇത് സ്പാൻ ചെയ്യുകയാണെങ്കിൽ ബേസിസ് ആയിരിക്കും. അപ്പോൾ ഈ S0 എന്നുള്ളത് ഏതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നുണ്ട്? ഡബ്ല്യുവിൻ്റെ ബേസിസിൻ്റെ ഒരു പാർട്ടായിട്ട് S0 വരുന്നുണ്ട്.